ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വരുന്നത് എൻ്റെ കുറെ കൃഷികളുണ്ട്, കുറെ പലതരം ചീരകളുണ്ട്, പിന്നെ കുറച്ച് പൂക്കളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാ വരി കാണാലോ. അത് ഇതാണ് ജെറേനിയ പൂക്കളെ എന്ത് ഭംഗിയാ കാണാനെന്നറിയോ, അടിപൊളിയാ. ഇത് തണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ നടുന്നത്. ഇതൊക്കെ ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ തണ്ട് പൊട്ടിച്ച് നട്ടുണ്ടാക്കിയതാണ്. ഇത് അവിടൊക്കെ ഇവിടെ കണ്ടില്ലേ, എല്ലാ ഭംഗിയാ പൂക്കള്. ഇനി ഈ പൂക്കളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഇങ്ങനെ വാടാടെ നല്ല ഉദിച്ച് നിൽക്കും, നല്ല ഭംഗിയില്, നല്ല വലുപ്പുവാ പൂവ്. മുമ്പിൽ ഇതുണ്ടെങ്കിൽ, പൂന്തോട്ടത്തിൽ ഇതുണ്ടെങ്കിൽ കണ്ണിങ്ങോട്ടേ എല്ലായിടത്തും പോവും, ഇതിന്റെ അടുത്തേക്കേ പോവുള്ളൂ. എന്തൊരു ഭംഗിയാ. ഇതെന്റെ ഡെയ്സിയൊക്കെ ഇപ്പം കാലാവധി കഴിഞ്ഞു, വാടാൻ തുടങ്ങി. വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് അത്ര ഭംഗി കിട്ടൂല. നല്ല ഭംഗിയിൽ കുറേ ദിവസം നിന്നു കേട്ടോ, പിന്നെയാണ് വാട്ടാൻ തുടങ്ങിയത്. ഏതിനൊരു സമയമുണ്ടല്ലോ, എപ്പോഴും തിളങ്ങി നിൽക്കൂരല്ലോ. ഇതാ വേറൊരു ചെടി ഇവിടെ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പിന്നെ കഴിഞ്ഞു, ഇതിൻ്റെത് കഴിഞ്ഞു, ഇനി വെട്ടിപ്പോക്കണം. ഇതെന്റെ ഡെയ്സി ചെടിയാ. ഇത് കമ്പ് പൊട്ടിച്ചിട്ടാ നടല് കേട്ടോ. അങ്ങനെ പൊട്ടിച്ച് നട്ടുണ്ടാക്കിയതാ ഇതെല്ലാം. അവിടെ ഇതെന്റെ പൊന്നാങ്കണ്ണി ചീര നട്ടത് ഞാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാ. വലിയ കുപ്പി എടുത്തിട്ട് അതിന്റെ പള്ള ഭാഗം കട്ട് ചെയ്ത് മണ്ണ് നിറച്ച് നട്ടതാ ഇത്. പൊന്നാങ്കണ്ണി ചീരന്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും ഇപ്പൊ ഇതാണ് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചീര ഇതിന്റെ തോരണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ കണ്ണിന് പൊന്നാണ് പോലും. പൊന്നാങ്കണ്ണിന്ന് പേര് വരാൻ തന്നെ കാരണം കണ്ണിന് പൊന്നായത് കൊണ്ടാണ്. പകൽ സമയത്ത് പോലും നമ്മൾ നക്ഷത്രത്തെ കാണും, അത്രക്കും ക്ലിയർ ആയിരിക്കും കാഴ്ച. എന്നാണ് ഇത് കഴിച്ചാൽ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാ. എന്റെ പൊന്നാങ്കണ്ണി ചീര ഞാൻ നട്ടത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ, ആ സ്ഥലം ഇല്ലാത്തത് കൊണ്ട്. ഇത് വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ. വെയിലിൽ തട്ടാത്ത സ്ഥലത്ത് ഞാൻ നട്ടത് കാണിച്ചു തരാം. അത് പച്ച കളറാണ്, വെയിൽ തട്ടിയാൽ ഈ ഒരു കളർ വരും. ഇതാ ഇവിടെ ഒക്കെ ഉണ്ട്. ചെറിയ പോട്ടിൽ നട്ട് പിടിപ്പിക്കുക. നമുക്ക് കൃഷി ചെയ്യാൻ ഏക്കറ കണക്കിന് സ്ഥലം വേണമെന്നൊന്നുമില്ല. ഇതാ ഞാനിങ്ങനെ ഒരു ഹൂക്ക് ഇതിലങ്ങ് കൊളുത്തിട്ട് ഞാൻ താഴെ തൂക്കി ഉണ്ടാക്കിയതാ. ഇത് മതിയല്ല നമുക്ക് തോരണ്ടാക്കാൻ. ഇത് പൊട്ടിച്ചെടുക്കുക, പിന്നെ ശാഖകൾ കുറേ വരും. അങ്ങനെ ആഴ്ചയിൽ ഇത് വിളവെടുക്കാനുണ്ടോ ഈ ഒരൊറ്റ തൂക്കിൽ നിന്ന് തന്നെ. അത് അവിടെ ഇപ്പം പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെയൊക്കെ നമുക്ക് നട്ടു വളർത്താം. എൻ്റെ കൃഷികൾ കാണിക്കുന്നു, ഇടക്ക് പൂക്കളും കാണിക്കുന്നു, ഇടക്ക് ചീര. ഇനി അടുത്ത് കാണിച്ചു തരാം. ഇത് കോവക്ക ഞാൻ ചാക്കിലാണ് നട്ടത്, മുറ്റത്ത്. ചാക്ക് നട്ട് വെയിലില്ലാത്ത ഭാഗത്തേനി. അപ്പം ഇല മാത്രം ഉഷാലുണ്ടാകുക, ഒറ്റ പൂവിടുന്നില്ല, കായുണ്ടാകുന്നില്ല. അങ്ങനെ ഞാൻ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച്, മുറ്റത്തല്ല വെയില, ഇവിടെ വെച്ച് നോക്കുമ്പോൾ നിറയെ കായ്ക്കാനും തുടങ്ങി. അതൊക്കെ പൂക്കളാ. ആ കായെല്ലാം ഇവിടെ കണ്ടില്ലേ കായ ഉണ്ടായത്. ഇപ്പം ഇതിന് വെയിൽ നിർബന്ധം, വെയിലുള്ളിടത്തേ ഇത് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിറയെ ഇല വരുന്നത്. അവിടൊക്കെ കായ നിറഞ്ഞെടുത്തു. ഞാൻ വെയിലുള്ളിടത്ത് എനിക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുവരിക. ടെറസിന്റെ മേലൊക്കെ നന്നായിട്ടുണ്ടാവും. ഇതെന്റെ കോവക്ക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നിത്യവഴുതന. ഇതാണ് എൻ്റെ നിത്യവഴുതന വള്ളിയാട്ടോ. ചിലർക്കൊക്കെ സംശയം മരാണോന്നൊക്കെ. അല്ല, വള്ളിയാ. ഇതിന്റെ വിത്താണ് നമ്മള് പാകി ഉണ്ടാക്കല്. ഈ പൂവുണ്ടെങ്കിൽ നിത്യവഴുതന്റെ പൂക്കള് വയലറ്റ് കളറിൽ പൂക്കൾ നല്ല രസമുണ്ട്. നല്ല കണ്ടില്ലേ, ഇതാണ് നിറയെ കായ്. പൂവൊക്കെ കായായി വരും. അവിടൊക്കെ കായ്. ഇതവിടെ കായ്. ഞാനിപ്പോ പറിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് 2 വള്ളി 2 തൈ നട്ടാൽ മതി. എന്നാൽ നമുക്ക് നിത്യവഴുതന ഇടയ്ക്കിടയ്ക്ക് പറിക്കാം. ഇതവിടെ ഒക്കെ ഉണ്ട്. ഞാനിത് വിത്താക്കുന്നുണ്ട്. കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ വിത്ത്. അങ്ങനെ ഞാൻ വിത്താക്കുന്നുണ്ട്. ഇതിൻ്റെ വിത്ത് എവിടെ ഉണ്ടാവുക എന്നറിയോ? ഞാനിത് പൊളിച്ച് നോക്കിയതാ.
ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വിത്തുള്ളത്. 3 എണ്ണം ഉണ്ടാവും. ഒക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കി. ഞാൻ തന്നെ ആദ്യമായിട്ടാ നഴ്സറിയിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കിയതാ. നല്ല ടേസ്റ്റ് അതിൻ്റെ തോരന്. അപ്പോൾ ഞാൻ വിത്ത് ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം. എല്ലാവരും ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന അതുപോലെ എല്ലാവരും ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാന്നറിയോ? നല്ല കാലാവസ്ഥയാണെങ്കിൽ അതിന് ഇത് ഉണങ്ങി ഇത് കേടുന്നില്ല. അല്ല, അതിന് വിത്തുണ്ട് കേട്ടോ. ഇതൊക്കെ മൂപ്പെത്തിയതാ. ഇതൊക്കെ വിത്താക്കി എടുക്കുക. ഇതെൻ്റെ കപ്പ നട്ടത് ഞാനിങ്ങനെ കപ്പക്കായിട്ട് ഞാൻ സ്പെഷ്യൽ ഗ്രോ ബാഗൊക്കെ ഉണ്ടാക്കി കപ്പ നട്ടതാ. ഉഷാറുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് ഞാൻ എപ്പോൾ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്നത് രീതിയൊക്കെ ഞാൻ ചാനലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിറച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇതൊരു വേറെ തരം കപ്പയാണ്. അതിൻ്റെ ഇല തന്നെ നോക്കി വ്യത്യാസം വേറൊരു കളറാണ്. കണ്ടില്ലേ? മുറ്റത്താണ് നട്ടത്. ഞാൻ നിലത്ത് തോട്ടത്ത് നട്ടിരുന്നു. ഞാൻ വിളവെടുക്കാൻ പോകുമ്പോഴാണ് അറിഞ്ഞത് കൂടുതൽ എലി തിന്നുപോയി. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്താൽ പിന്നെ എലി വരില്ലല്ലോ, അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോൾ അതെൻ്റെ കപ്പ കൃഷി. ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളെ ആഗ്രഹത്തിന്, നമ്മളെ ഇഷ്ടത്തിന്, നമ്മളെ വീടിൻ്റെ മുറ്റ സൈഡിലൊക്കെ നട്ടാൽ നമുക്കിങ്ങനെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കാമല്ലോ. കുറേ തൈകൾ കണ്ടില്ലേ? ഈ കർമൂസിൻ്റെ, പച്ചമുളകിൻ്റെ ഒക്കെ. ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നറിയോ? ഞാൻ ഈ കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടാണല്ലോ ചെടി നടുന്നത്. കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുക്കള വേസ്റ്റ് ഉള്ളതാണല്ലോ. അപ്പം അതിൽ നിന്ന് മുളച്ചതായി ഇത്. അപ്പം ഞാനത് ആ ചെടിയിൽ നിന്ന് ചെറിയ തൈ വരുന്നത് കണ്ടവങ്ങ് പറിച്ചെടുത്തിട്ട് ഞാൻ പോട്ടിൽ നട്ടതാ. പോട്ടിലിങ്ങനെ തെളിഞ്ഞ് ഉഷാറായിട്ട് വേണം തോട്ടത്തിൽ കൊണ്ടുപോയി നടാൻ. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ, ഒരു ഗുണമുണ്ട്. നമ്മൾ നഴ്സറിയിലൊന്നും പോവേണ്ട, ഇവിടെ തന്നെ തൈ കിട്ടും. കരിയില കമ്പോസ്റ്റ് അങ്ങോട്ട് നടത്തിയാൽ മതി. ഇത് ചെടിച്ചട്ടിയിൽ തക്കാളി മുളച്ചുണ്ടായതാ. ഞാൻ പറഞ്ഞില്ലേ കരിയില കമ്പോസ്റ്റ് ഇട്ടത് കൊണ്ട് തക്കാളിൻ്റെ വിത്തൊക്കെ അതിൽ പെട്ട് അങ്ങനെ മുളച്ചിണ്ടായത്. പിന്നെ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം നിറയേതാ കായ്ച്ചിട്ട്. കർമൂസ് കുറേ പറിച്ചത് ഞാൻ മൂപ്പിക്കാൻ വെച്ചതാ. നല്ല കർമൂസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിത് വിത്തിന് വെച്ചതാ. ഈ ഭാഗം എൻ്റെ ചീരച്ചേമ്പിൻ്റെ സെക്ഷനായി മൊത്തം. ഇവിടെ നീളത്തിൽ അങ്ങ് നട്ടുകൊടുത്ത് ഞാൻ ചീരച്ചേമ്പ്. ഇതിനിപ്പം നനവ് കിട്ടിയാൽ മതി, നല്ലോണം അങ്ങ് ഉണ്ടായിക്കോളൂ. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾ പറയൂ ഇത് ചേമ്പാണ്. എന്നാൽ ഇത് ചേമ്പല്ല, ചീരകളുടെ രാജാവ് ചീരച്ചേമ്പാ. ഇല കണ്ടില്ലേ? ഇലേൻ്റെ ഒരു വ്യത്യാസം. ഒറിജിനൽ ചേമ്പ് കൊണ്ടുപോയി അടുത്ത് വെച്ചാൽ അതിന് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒറ്റ നോട്ടത്തിനൊക്കെ ഇത് കണ്ടാൽ ചേമ്പ് തന്നെയാണ്. ഇതിന് വിത്തുണ്ടാവില്ല. ഇതിൻ്റെ തണ്ടും ഇലയുമാണ് ഉപയോഗിക്കുക നമ്മൾ ഭക്ഷ്യയോഗ്യം. എന്നാലും ചൊറിയില്ല. കുറേ പേര് എന്നോട് ചോദിച്ചു ചൊറിയില്ലേ? എന്നാൽ ചൊറിയൂര കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ തൈ കാണിച്ചു തരാം ഞാൻ. എന്താ വേരിൽ നിന്നാണ് ഇത് ചെറിയ തൈ ഇങ്ങനെ വരും. അല്ലാതെ വിത്തില്ല. അതങ്ങ് പിരിച്ച് കുഴിച്ചിട്ടാൽ മതി. അതിനൊക്കെ ഉണ്ടായിരുന്നു, ഞാനെല്ലാം പിരിച്ച് കുഴിച്ചിട്ടതാണ്. ഞാൻ കാണിച്ചത് എൻ്റെ വീഡിയോയിൽ അതെല്ലാം ഉണ്ട് എൻ്റെ ചാനലിൽ. ഇതവിടെയൊക്കെ നട്ടിട്ടുണ്ട്. എനിക്ക് ചെടി ഭ്രാന്ത് ഉള്ളത് കൊണ്ടേ ചെടി ഭ്രാന്ത് തലക്ക് പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും കൃഷികളാണ്, വീടിൻ്റെ 4 ഭാഗം. റംബൂട്ടാൻ പൂവിട്ടിട്ടേ ഉള്ളൂ ഇവിടെ. പൂ നന്നായിട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം അത്ര കിട്ടിയില്ല, അതിൻ്റെ മുമ്പ് ഇഷ്ടം പോലെ പറിച്ചതാ. ഇനിയിപ്പോൾ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും തോന്നുന്നു. പൂട്ടൊക്കെ കണ്ടിട്ട് കുറേ സ്ഥലത്ത് ഇന്നെ നാട്ടിൽ പോയൊക്കെ അവിടെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ പൂവായിട്ടേ ഉള്ളൂ. ഇതെൻ്റെ ബട്ടറാ. ഈ ബട്ടർ നിറയെ പൂത്തു. പിന്നെ നോക്കുമ്പോൾ കഴുകിയ പോലെ ഒരു പൂവും കാണുന്നില്ല, ഒക്കെ പോയി. കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെയും ഇവിടെ ആയിട്ട് ഇപ്പം ബട്ടർ ഉണ്ടായിട്ടുണ്ട്. ബട്ടർ ഇങ്ങനെ നല്ലോണം നോക്കിയാലേ കാണൂ. നല്ല എന്താ ഒരു ബട്ടർ ഇതാ ഉണ്ടോ? ബട്ടർ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ എണ്ണി 50 ഞാൻ എണ്ണിയെടുത്ത്. ഇതെൻ്റെ കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴ ഞാൻ കുറച്ച് ഇവിടെ ഒക്കെ ഓരോന്ന് നട്ടിട്ടുണ്ട്. നമ്മൾ ചെടി നടുന്നവർക്ക് കറ്റാർവാഴ നിർബന്ധം. പുതിയൊരു ചെടി നടണമെങ്കിൽ ഇതിൻ്റെ ജെല്ല് ഇങ്ങ് തൊട്ടാൽ മതി. പിന്നെ കീടങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ ജെല്ല് ആവശ്യമാണ്.
നല്ല വഴുതിന തൈ പാകിയതാ, അല്ല വഴുതിന വിത്ത് ഒക്കെ ഉഷാറായി ഉണ്ടായിന്. ഇതാണ് രമ്പ ഇല. ഈ രമ്പ ഇല നമ്മൾ പുട്ട് ചുടുമ്പൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാ പുട്ടിന്. നെയ്ച്ചോറ് ഇല എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതാ ഇത് ഒരു തണ്ടങ്ങ് നട്ടാൽ വേഗം പിടിക്കും. പൊതീന അതുപോലെ തന്നെ കേട്ടോ. അത് ഞാൻ കടയിൽ നിന്ന് പൊതീന വാങ്ങിയപ്പോൾ ആവശ്യം കഴിഞ്ഞ തണ്ടെടുത്ത് നട്ടതാ, ഉഷാറായിട്ടുണ്ട്. വഴുതിനുണ്ടായത് കണ്ടോ, നല്ല വലിപ്പമുള്ള വഴുതിനയാ. ഇതിൻ്റെ വിത്താണ് ഞാൻ എടുത്ത് വെച്ചത്. ഇതൊക്കെ എൻ്റെ പച്ചച്ചീരയാ. പച്ചച്ചീര മഴങ്ങ് കിട്ടിയാലുണ്ടല്ലോ, പൊട്ടിച്ചു കൊടുത്താൽ പിന്നെ മഴയും കൂടെ കിട്ടിയാൽ ഉഷാറുണ്ടാവും. ഇതവിടൊക്കെ പച്ചച്ചീരയാണ്. അതിൻ്റെ ഇടയ്ക്കിതാ കാബേജ് ഉണ്ടായി. കണ്ടില്ലേ, നിത്യ കല്യാണി വെള്ള. എന്താ റോട്ടുമെന്ന് കാണുന്ന കാഴ്ച. ഇത് പുറത്താ, എൻ്റെ ഗേറ്റിൻ്റെ പുറത്ത്. ഇത്രമാത്രം നിങ്ങൾക്ക് ഭംഗി മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. കളറ് നേരിൽ നല്ല ഭംഗി. ഇതൊക്കെ കാറ്റടിക്കുന്നുണ്ട്, മഴേൻ്റെ ഒരുക്ക. ഇതാണ് ഗേറ്റിൻ്റെ മേലെ. ഇത് സാൽവിയ എന്ന് പറഞ്ഞത് ചെടിയാ. ഇതും തണ്ട് പൊട്ടിച്ചിട്ടാണ് നടല്. മഞ്ഞപ്പൂവ് ഗേറ്റിൻ്റെ പുറത്തായത് കൊണ്ട് ഇവിടുന്ന് പിടിച്ചതാ. റോട്ട് നല്ല ഭംഗിയാണ് കാണാൻ. എന്താ ഇത് നന്നായിട്ട് പൂവിടും കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാം.